സത്യത്തിൽ UDF സർക്കാർ കാലത്തെ നിയമനങ്ങളൊക്കെയും വിചിത്രമാണ്. ഔചിത്യം കൊണ്ട് KPCC ഓഫീസിലെ അലമാരയിൽ പൂട്ടി വെച്ചിട്ടാണോ ഈ നേതാക്കന്മാരൊക്കെ മന്ത്രിമാരായി സെക്രട്ടറിയിലേക്ക് കയറിയത് എന്ന് തോന്നിപ്പോകും. കാരണം സണ്ണി ജോസഫിന്റെ അളിയന്റെ നിയമനവും അതിലെ ന്യായീകരണവുമായിരുന്നു ആദ്യത്തെ വിവാദം. ഇപ്പോഴിതാ ശബരിമല ഉരുപ്പടികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് തിരിമറി നടത്തിയ കേസിലാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനം പ്രതിയാകുന്നതും ആ സ്ഥാപനത്തിന്റെ വക്കീലിന് ദേവസ്വം വക്കാലത്ത് തന്നെ കൊടുക്കുന്ന സുപ്രധാന തസ്തികയും. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ഇതിലെ പൊരുത്തക്കേടുകൾ ശക്തമായി ഉയർത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജി. എന്നാൽ ഈ രാജിയിൽ വിവാദം അവസാനിക്കുമോ? പ്രധാന ചോദ്യങ്ങൾ വാർത്താനേരം ഉയർത്തുന്നത് ഇവയൊക്കെയാണ്. ഒന്ന്, സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ആദ്യം തന്നെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രതികരണം നടത്തിയ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് KB പ്രദീപ്. ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ പ്രതികരണം ഒരേ സമയം വിചിത്രവും സംഭവങ്ങളെ വഴിതെറ്റിക്കുന്നതുമായിരുന്നു. അപ്പോൾ ഈ അഭിഭാഷകൻ എങ്ങനെയാണ് സതീശന്റെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഗുഡ് ലിസ്റ്റിൽ വന്നുപെട്ടത്? അഡ്വക്കേറ്റ് KB പ്രദീപിനോടുള്ള മുഖ്യമന്ത്രിയുടെ കമ്മിറ്റ്മെന്റ് എന്താണ്? രണ്ടാമത്തെ ചോദ്യം, മികച്ച അഭിഭാഷകൻ എന്ന് പേരെടുത്തപ്പോഴും കേരളത്തെ ഞെട്ടിച്ച സ്വർണ്ണക്കൊള്ളയിൽ കുറ്റാരോപിതരുടെ അഭിഭാഷകനായിരുന്നു KB പ്രദീപ്. അത് അദ്ദേഹത്തിന്റെ തൊഴിൽപരമായ കാര്യങ്ങൾ. എന്നാൽ അതേ അഭിഭാഷകനെ തന്നെ ദേവസ്വം വകുപ്പിലേക്ക് കൊണ്ടുവരാനുള്ള നിർബന്ധമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ തീരുമാനം മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട് എങ്കിൽ, അത് ക്യാബിനറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഇതിലെ പൊരുത്തക്കേടുകൾ ആ ക്യാബിനറ്റിൽ ഇരുന്ന 21 മന്ത്രിമാരിൽ ഒരാൾക്ക് പോലും ബോധ്യപ്പെട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് ദേവസ്വം മന്ത്രി പറയുന്നത് നമ്മൾ കേട്ടു. ഇത് അന്ന് ക്യാബിനറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് ശരികേടായിരുന്നു എന്നുള്ളത്. അന്നത് ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ നാണക്കേടിലേക്ക് സർക്കാർ വന്നുപെടില്ലായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഇതൊന്നും തന്നെ പാർട്ടി അറിയുന്നില്ലേ, മന്ത്രി അറിയുന്നില്ലേ? എങ്ങനെയാണ് ഒരു സർക്കാരിൽ സുപ്രധാന നിയമനങ്ങൾ നടക്കുന്നത്? ഒരു നേതാവിന് പ്രിയപ്പെട്ടതെങ്കിൽ അതിന് മിടുക്കനാണെങ്കിലും അവതാരമാണെങ്കിലും ഒരു തടസ്സവുമില്ലാതെ ഒരു സർക്കാർ പൊസിഷനിൽ വരാമെന്നാണോ? ഇവരെയൊക്കെ പിന്നീട് പോറ്റുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം കൊണ്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമനങ്ങളിലെ മെറിറ്റും നടപടിക്രമങ്ങളും VD സതീശൻ സർക്കാരിൽ എന്താണ്?